ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഉദ്ഗ്രഥനം 2ാം ദിവസം ഇൻ്റഗ്രേഷൻ ഡേ 2 കഴിഞ്ഞ വർഷം വാർഷിക പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഡേ 1 ഉദ്ഗ്രഥനം 1ാം ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രവർത്തനം 5 വരെ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നത് പ്രവർത്തനം 6 മുതലാണ്. ജങ്കുവിന് സ്വീകരണം. അപ്പോൾ ജങ്കു നാട്ടിൽ പോയിട്ട് കാട്ടിലേക്ക് വന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് കിരൺ സിംഹം ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ് ജങ്കുവിന് സ്വീകരണമാണ്. ചിത്രം നോക്കി യോജിച്ച വാക്യങ്ങൾ എഴുതും. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം അതിന് അനുയോജ്യമായിട്ടുള്ള വാക്യങ്ങൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ചിത്രങ്ങൾ നോക്കാം. അപ്പോൾ അവിടെ നിന്ന് ലാസ്റ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൈയടിച്ചു എന്ന്. അപ്പോൾ ആ ചിത്രം നോക്കിയിട്ട് ബാക്കിയുള്ളത് എഴുതണം. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ആദ്യത്തെ ചിത്രം എന്നാണ് കാണുന്നത്? സിംഹരാജൻ മാല ഇട്ടു. അപ്പോൾ നമുക്ക് അവിടെ സിംഹരാജൻ പൂമാല ഇട്ടു എന്ന് എഴുതാം. അടുത്തത് എന്താണ്? ഒരു കുരങ്ങൻ ഒരു പഴം കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ എഴുതാം? കുരങ്ങൻ പഴംകുല നൽകി. അടുത്ത 3ാമത്തെ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? അണ്ണാൻ കുഞ്ഞ് പനയോല നൽകി. 4ാമത്തെ ചിത്രം മുയലച്ചൻ പാട്ട് പാടി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ചിത്രത്തിന് അനുയോജ്യമായിട്ട് വാക്യങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം സിംഹരാജൻ പൂമാല ഇട്ടു, കുരങ്ങൻ പഴംകുല നൽകി, അണ്ണാൻ കുഞ്ഞ് പനയോല നൽകി, മുയലച്ചൻ പാട്ട് പാടി, എല്ലാവരും കൈയടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ആ ചിത്രം നോക്കിയിട്ട് വാക്യങ്ങൾ എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അപ്പോൾ പ്രവർത്തനം 2 എത്ര വാഹനങ്ങൾ. അപ്പോൾ താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് വാഹനങ്ങളുടെ. അപ്പോൾ നോക്കാം. താഴെ കൊടുത്ത വാഹനങ്ങളെ ഉപയോഗം അനുസരിച്ച് തരം തിരിക്കും. അപ്പോൾ ഓരോ വാഹനവും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം അത് തരം തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ വാഹനങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ആദ്യം മണ്ണുമാന്തി, അതുപോലെ ബസ്, കാറ്, റോഡ് റോളർ, ലോറി, സൈക്കിൾ, ടെമ്പോ, മോട്ടോർ സൈക്കിൾ. അപ്പോൾ ഇത്രയും വാഹനങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഉപയോഗം അനുസരിച്ച് അതിനെ തരം തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജോലി ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോലി ചെയ്യാൻ ഇതിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. മണ്ണുമാന്തി, റോഡ് റോളർ. ഇനി എന്താണ് അടുത്തത്? യാത്ര ചെയ്യാൻ എന്ന് നമുക്ക് അവിടെ എഴുതാം. എന്നിട്ട് യാത്ര ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ബസ്, കാറ്, സൈക്കിൾ, മോട്ടോർ സൈക്കിൾ. ഇവയൊക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യാത്ര ചെയ്യാനാണ്. ഇനി 3ാമതിൽ നമുക്ക് എന്താ എഴുതാം? സാധനങ്ങൾ കൊണ്ടുപോകാൻ. അതിനെന്താണ് ഉപയോഗിക്കുന്നത്? ലോറി, ടെമ്പോ. അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് തരം തിരിച്ച് എഴുതേണ്ടത്. പുകയില്ലാത്ത വാഹനം ഏത്? ഇതിലേതാണ് പുകയില്ലാത്ത വാഹനം? സൈക്കിളാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ സൈക്കിൾ എന്നവിടെ എഴുതാവുന്നതാണ്. ഇനി പ്രവർത്തനം 8 കല്ലുകൾ എത്ര. അപ്പോൾ എന്താണ് ഇവിടെ കല്ലിൻ കൂട്ടങ്ങൾ കൂട്ടി നോക്കി ആകെ എത്രയെന്ന് കണ്ടെത്തും. അപ്പോൾ അവിടെ ആ കല്ലുകളൊക്കെ കൂട്ടിയിട്ട് എത്ര എണ്ണമാണ് ആകെ ഉള്ളതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് അവിടെ ആകെ 10 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും 10 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 + 10 എത്രയാണ്? 20 ആണ്. അപ്പോൾ നമുക്ക് അവിടെ 20 എന്ന് എഴുതി ചേർക്കാം. ഇനി അടുത്തത് എണ്ണി നോക്കാം. നമുക്ക് അതിലെന്താണ് എത്ര എണ്ണമാണുള്ളത്? 10 എണ്ണമാണുള്ളത്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ അവിടെ 10. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 10 എണ്ണമാണ് നമ്മൾ എണ്ണി നോക്കിയിട്ടുണ്ടാവുക. അതിനുശേഷം താഴെയും 10 എണ്ണമാണ്. അതിനുശേഷം അതിൻ്റെ സൈഡിൽ എത്രയാണ്? 1 2 3 എണ്ണമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാതും കൂട്ടി നോക്കാം. അപ്പോൾ 10 + 10 + 10 + 3 എത്രയാണ് വരിക? 10 + 10 20, 20 + 10 30, 30 + 3 33. അപ്പോൾ 33 ആണ് അവിടെ ഉത്തരം വരിക. ഇനി അടുത്തത് നമ്മൾ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണമാണ് കല്ലുകളുള്ളത്? 10 എണ്ണമാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 10 എണ്ണമാണ്. 4 എണ്ണത്തിലും 10 എണ്ണമാണ്. അപ്പോൾ എന്താണ്? 4 എണ്ണത്തിൽ 10 എണ്ണം. പിന്നെ അവസാനത്തിൽ എത്ര കല്ലുകളാണുള്ളത്? 4 കല്ലുകളാണുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആകെ 10 + 10 + 10 + 10 + 4 എത്രയാണ് വരിക? 44 ആണ് ഉത്തരം വരിക. അപ്പോൾ അങ്ങനെയാണ് കൂട്ടേണ്ടത്. ഇനി അവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട് താഴെ. വലിയ കൂട്ടത്തിലെ കല്ലുകൾ എത്ര എണ്ണമാണ് വലിയ കൂട്ടത്തിലുള്ളത്? വലിയ കൂട്ടത്തിൽ 44 എണ്ണമാണുള്ളത്. ഇനി ചെറിയ കൂട്ടത്തിൽ കല്ലുകൾ എത്ര എണ്ണമാണുള്ളത്? 20 എണ്ണമാണുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഇത് എണ്ണാൻ, അതായത് എല്ലാതും കൂടി കൂട്ടാൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇനി ഇതിലെ അവസാനത്തെ പ്രവർത്തനം 9 കാട്ടിലെ വിദ്യാലയം രൂപങ്ങൾ എണ്ണി നോക്കൂ. അപ്പോൾ ഇവിടെ ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് രൂപങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ താഴെ കൊടുത്തിട്ടുണ്ട്, അതായത് ട്രയാങ്കിൾ, ത്രികോണം, അതുപോലെ തന്നെ സർക്കിൾ, അതുപോലെ തന്നെ റെക്റ്റാങ്കിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിദ്യാലയത്തിനുള്ളിൽ അതൊക്കെ എത്ര എണ്ണമാണ് എണ്ണിയതിന് ശേഷം അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ട്രയാങ്കിൾ നോക്കാം, ത്രികോണം. അതിൽ എത്ര എണ്ണം ഉണ്ട് ആ വിദ്യാലയത്തിൻ്റെ ഉള്ളിൽ? 1, 2, 3, 4, 5, 6 എണ്ണമാണുള്ളത്. അപ്പോൾ 6 എണ്ണം എന്ന് അവിടെ എഴുതുക. അടുത്തത് എന്താണ്? സർക്കിൾ, വൃത്തമാണ്. വൃത്തം എത്ര എണ്ണമാണുള്ളത്? 4 എണ്ണമാണുള്ളത്. അപ്പോൾ 4 എന്ന് എഴുതുക. അതിനുശേഷം റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ എത്ര എണ്ണമാണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണമാണുള്ളത്. അപ്പോൾ 10 എന്നവിടെ എഴുതുക. അപ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇൻ്റഗ്രേഷൻ ഡേ 2 ഉദ്ഗ്രഥനം 2-ാം ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.